ജീപ്പാസിൻ്റെ 4 ലിറ്ററിൻ്റെ ഒരു എയർ ഫ്രയർ ആണ്. അപ്പോൾ ഇത് സാധനം ഇത്രയേ ഉള്ളൂ. സാധനം 4 ലിറ്റർ കപ്പാസിറ്റി, ഓയിൽ ഫ്രീ, 60 മിനിറ്റ് ടൈമർ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബേക്കിങ്, ഗ്രില്ലിങ്, എയർ ഫ്രൈയിങ്, റോസ്റ്റിങ്. ഇത്രയും സ്പേസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതാണ് 4 ലിറ്ററിൻ്റെത് വരുന്നത്. രണ്ടോ ഇതിന് മുകളിൽ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട് ഇത് ഓരോന്നും കുക്ക് ചെയ്യാൻ വേണ്ടി എത്ര മിനിറ്റാണ് സമയം എടുക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. നല്ല ചൂട് എയറാണ് ഇതിനകത്തൂടെ വരുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ മസാലയൊക്കെ തേച്ചിട്ടാണ് ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇട്ട് ചൂടാക്കാം. ഇതൊന്ന് ജസ്റ്റ് ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുക. ടൈം ഒരു 15 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ ഒരു 200 സെറ്റ്. അങ്ങനെ 15 മിനിറ്റ് ആയപ്പോൾ സൗണ്ട് ചെയ്തിട്ട് തുറന്ന് നോക്കാം. അങ്ങനെ ഒരു സൗണ്ടോട് കൂടി ഇതിൻ്റെ ഫിനിഷ് ആയിരിക്കുകയാണ്. തുറന്ന് നോക്കാം. ഓ ഇപ്പോൾ റെഡി ആയി കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച് ഒരു എയർ ഫ്രയർ. എല്ലാവരും എയർ ഫ്രയർ മേടിച്ചുള്ള പരിപാടിയാണ്. എല്ലാം നമുക്കിതിൽ ഓയിൽ കമ്മിയായിട്ട്, അത് ഓയിൽ കുറച്ചുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇത് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ജീപ്പാസിൻ്റെ 4 ലിറ്ററിൻ്റെ ഒരു എയർ ഫ്രയർ ആണ്. ഇതിന് 2 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ആക്കിയിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അതിനകത്ത് ഓപ്പൺ ആക്കാൻ നേരത്ത് ഇങ്ങനൊരു സാധനം, ഇത് നമുക്ക് ആവശ്യമില്ല. ഇതിന് പേപ്പറിൽ ടൈപ്പ് സാധനമാണ്. സാധനം എടുക്കുക. ഇതിനകത്ത് വേറെ സാധനമൊന്നുമില്ല. ഇതിനകത്ത് ഒരു യൂസർ മാനുവലും വാറണ്ടി കാർഡാണുള്ളത്. ഇതോടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ജീപ്പാസ് എയർ ഫ്രയർ 4 ലിറ്റർ കപ്പാസിറ്റി, ഓയിൽ ഫ്രീ, 60 മിനിറ്റ് ടൈമർ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബേക്കിങ്, ഗ്രില്ലിങ്, എയർ ഫ്രൈയിങ്, റോസ്റ്റിങ്. ഇത് നമുക്ക് ഇതിൻ്റെ സാധനം ആക്കിയിട്ട് ഇത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സാധനം ഇത്രയേ ഉള്ളൂ. സാധനം ജീപ്പാസിൻ്റെ എയർ ഫ്രയർ. നമ്മളിത് ഓപ്പൺ ആക്കുന്നതിനായി ഇത് പ്രസ് ചെയ്യുക. ഇങ്ങനെ വലിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പേപ്പർ വെച്ചെടുക്കുന്നത്. ഇതാണ് ഇത്രയും സ്പേസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത്രയും സ്പേസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതാണ് 4 ലിറ്ററിൻ്റെത് വരുന്നത്. രണ്ടോ ഇതിൽ നമുക്ക് ടൈമർ വരുന്നത്, ഇത് ടൈമർ 60 മിനിറ്റ് വരെയുള്ള ടൈമറുണ്ട്. ഇത് നമുക്ക് ടെമ്പറേച്ചർ 200 ഡിഗ്രി വരെയുള്ള നമ്മൾ ടെമ്പറേച്ചർ ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മുകളിൽ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട് ഇത് ഓരോന്നും കുക്ക് ചെയ്യാൻ വേണ്ടി എത്ര മിനിറ്റാണ് സമയം എടുക്കുന്നതെന്നുള്ളത് ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിഷിനാണെങ്കിൽ 180 ഡിഗ്രിയിൽ 12 to 16 മിനിറ്റ്, വെജിറ്റബിൾ ആണെങ്കിൽ 2 ഡിഗ്രിയിൽ 200 ഡിഗ്രിയിൽ 10 to 18 മിനിറ്റ്, ചിക്കൻ ആണെങ്കിൽ 200-ൽ 20 to 26, പിസ്സ, പിന്നെ സ്റ്റീക്ക്, കേക്ക്, ഫ്രഞ്ച് ഫ്രൈസ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. നല്ല ചൂട് എയറാണ് ഇതിനകത്തൂടെ വരുന്നത്. ഓക്കെ, ഇതെടുക്കുക, ഇതിനകത്തോടെ ജസ്റ്റ് വയ്ക്കുക, തള്ളിക്കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതിലൊന്നും ടച്ച് ചെയ്യേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് ക്ലിപ്പ് ചെയ്യുക. ജീപ്പാസിൻ്റെ സാധനമാണ്. 4 ലിറ്ററിൻ്റെ കപ്പാസിറ്റി വരുന്ന സാധനമാണിത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്കിതിൽ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്കിതിൽ ചിക്കൻ നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 3 പീസ്. ഇത് നമുക്കിങ്ങനെ സെറ്റാക്കി നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എല്ലാം സെറ്റാക്കി മസാലയൊക്കെ തേച്ച് വെച്ച സാധനം കാണാൻ. നമ്മൾ വെക്കാൻ വേണ്ടി ഇതായൊരു സാധനം പേപ്പർ വെച്ചിട്ടുണ്ട്. പേപ്പർ ചെയ്യുക.
ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇട്ട് ചൂടാക്കാം. നമ്മൾ പ്ലഗ് കണക്ട് ചെയ്തു. അതായത് ഇങ്ങനെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുക. ടൈം ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ ഒരു 200 സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 15 മിനിറ്റാണ് ചെയ്യുന്നത്. 15 മിനിറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വേറെ സാധനങ്ങൾ മേടിച്ചേക്കുന്നത് കണ്ട ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി. ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ 15 മിനിറ്റ് ആയപ്പം സൗണ്ട് ചെയ്തിട്ട് തുറന്ന് നോക്കാം. പകുതി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അരമണിക്കൂർ വേണം. പക്ഷെ ഇടുന്നല്ലോ അതൊക്കെ സംഭവമല്ലേ. ഒട്ടും വേണ്ടല്ലേ. ഇതോ മതി, കാറ്റല്ല. ശരിയാ, ഒന്നുകൂടെ വയ്ക്കുക. വീണ്ടും ഒരു 15 മിനിറ്റ് അറിയില്ലേ. ഓക്കെ, വീണ്ടും ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ എയർ ഫ്രയർ അവിടെ ഇരിപ്പുണ്ട്, വർക്കിങ്ങിലാണ്, ഒന്നും ആയിട്ടില്ല. ചോറ് കഴിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി തയ്യാറാക്കി വെച്ചേക്കുക. ഇത് റെഡി ആയിട്ട് വേണം ഒന്ന് കഴിക്കാൻ. ഇന്നലെയാണ് ഈ സാധനം മേടിച്ചത്. എങ്ങനെ ഉണ്ടെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എല്ലാം ഒന്ന് പഠിച്ച് റെഡിയായിട്ട് വരണം. ഏതാനും നിമിഷങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഇതിനകത്തുനിന്ന് ചെറിയൊരു കാറ്റടിക്കുന്ന ഒരു സൗണ്ട് മാത്രമേ ഉണ്ടോ. എയർ അതിൻ്റെ സ്പ്രെഡ് ആകുന്നതിൻ്റെ ഒരു സൗണ്ടാണ്. അല്ലാതെ ഫുള്ള് സൈലൻ്റാണ്, ഒന്നും അറിയത്തേ ഇല്ല. ഇനിയൊരു ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം ബാക്കിയെല്ലാം കഴിഞ്ഞു. 15 മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. സൈലൻ്റാണ്, ഒട്ടും സൗണ്ടേ ഇല്ല. ജസ്റ്റ് ഒരു ചെറിയൊരു മുകളിൽ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്കായിട്ട് വരും, പിന്നെ അതങ്ങ് ഓഫായിപ്പോകും. നോക്കാം, കുറച്ച് നേരം കൂടെ കത്തിരിക്കാം. അങ്ങനെ ഒരു സൗണ്ടോട് കൂടി ഇതിൻ്റെ ഫിനിഷ് ആയിരിക്കുകയാണ്. തുറന്ന് നോക്കാം. ഓ ഇപ്പോൾ റെഡിയായി കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ നേരം എടുത്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ക്ലീൻ ആക്കേണ്ടതൊന്നും വരുന്നില്ല. അതായത് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യം. എനിക്ക് ഇതാ പരിപ്പ് കറി, ചിക്കൻ ഫ്രൈ. ഒരുപാട് കരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് അരമണിക്കൂർ മതി ചേട്ടാ. എല്ലാം എന്തൊക്കെ ചെയ്തു അതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. സോഫ്റ്റാ, അടിപൊളി ചേട്ടാ. 15 കറക്റ്റ് മതി. ഞാൻ രണ്ടാമത് 20 വെച്ചു, അതുകൊണ്ടാ. അടിപൊളി ഗൈസ്, സെറ്റ് സാധനം. അപ്പം എത്ര ഉള്ളേ? എണ്ണയില്ല. ഓക്കെ, അടിപൊളി. ഈ പറഞ്ഞ സാധനമാണ്. അകത്ത് നല്ല ഇതേ കണക്ക് വരും. ഞാൻ പേപ്പർ എടുത്ത് കളഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.